കൊച്ചി കപ്പൽശാലയിലെ ജീവനക്കാരനായ മേഘനാഥനും കുടുംബവും വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് 3 ദിവസത്തെ അവധിക്ക് സ്വന്തം നാടായ ചെന്നൈയിലേക്ക് പോയത്. അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ. വീട് തുറന്നു നോക്കിയപ്പോൾ എന്തോ പന്തികേട് ഭാര്യയ്ക്ക് തോന്നി. മെയിൻ ഡോറ് തുറന്നപ്പോൾ തന്നെ പൂജയുടെ മുറി തുറന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫ് ചോദിച്ചപ്പോൾ ഇത് അടച്ചില്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് പിന്നെ താഴെ നോക്കിയപ്പോഴാണ് അകത്തുള്ള സാധനങ്ങളൊക്കെ എല്ലാം വാരിക്കോരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മോണ് കിച്ചണിൽ കയറി നോക്കിയപ്പോൾ കിച്ചണിലുള്ള ബാക്ക് ഡോറ് പൊളിച്ചത് മനസ്സിലായി. ഇതോടെ വീട്ടിൽ മോഷണം നടന്നുവെന്ന ഉറപ്പായി. വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം വീടിൻ്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ കയറിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ലോക്ക് തകർത്തിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീട് നോക്കി രാത്രിയിലാവാം മോഷണം നടന്നിട്ടുണ്ടാവുക. മേഘനാഥൻ്റെ വീട്ടിലും പരിസരത്തുമാകട്ടെ CCTVയുമില്ല. ഇക്കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയാവാം മോഷണം അരങ്ങേറിയിട്ടുണ്ടാവുക. സ്വർണം പിന്നെ ക്യാഷൊക്കെ വെച്ച് അൽമാരി മുകളിൽ അൽമാരി ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ അൽമാരി എല്ലാം പൊളിഞ്ഞു കിടക്കുമായിരുന്നു. അകത്തുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എല്ലാം വാരി തറയിൽ ഇട്ടിരിക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ, വലിയ സ്ക്രൂ ഡ്രൈവർ, ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് അവർ ഈ അൽമാരിയൊക്കെ എല്ലാം പൊട്ടിച്ചതായിട്ട്. എന്നുവെച്ചാൽ ആ സ്ക്രൂ ഡ്രൈവർ അൽമാരിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും വെള്ളിപ്പാത്രങ്ങളും കള്ളൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. 5 ലക്ഷം അടുത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാലകൾ, റിങ്, പിന്നെ ഒരു ക്യാഷ് ഒരു 14,000 റുപ്പീസ്, പിന്നെ വെള്ളി പാത്രങ്ങൾ, അതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ തന്നെ കൊച്ചി സൗത്ത് പോലീസ് എത്തി വീടും പരിസരവും പരിശോധിച്ചു. വിരലടയാള വിദഗ്ധരെത്തി വീട്ടിൽ വിശദ പരിശോധന നടത്തി. CCTV ഇല്ലാത്ത വീട് മനസ്സിലാക്കി മോഷണം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസുമുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.